ഏറ്റവും ആദരണീയനായ അലക്സ് ജോണച്ചൻ, വന്യനായ ഷമാശൻ, സമാദരണീയരായ ഗുരുസ്ഥാനീയരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സ്നേഹിതരെ, വന്യനായ അലക്സച്ചൻ ഓർപ്പിച്ചതുപോലെ മലങ്കര സഭയുടെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമുള്ള സമർത്ഥരായ ഒരുപറ്റം വിദ്യാർത്ഥികൾ പാലായിൽ തീവ്രമായ പരിശീലനത്തിന് വിധേയമായിക്കൊണ്ട് അവരുടെ ഭാവി ജീവിതം ശോഭനമാക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് പരിശ്രമിക്കുന്നു. അതിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങളായി കുറേയധികം ആളുകൾ ഈ ദേവാലയത്തെ അവരുടെ ആത്മീയ കേന്ദ്രമായി കാണുന്നു എന്നത് നമുക്കെല്ലാവർക്കും വളരെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. അതിലുപരി പാലായുടെ ഈ പ്രദേശത്ത് ആദ്യമായി ആരംഭിക്കുന്ന ഈ അനുഗ്രഹീതമായ സുവിശേഷ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കഴിയുന്നത് ഒരു നിയോഗമായി കാണുകയും ചെയ്യുന്നു. ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപകനായതുകൊണ്ട് ഹയർ സെക്കൻഡറി കഴിഞ്ഞ എൻ്റെ വിദ്യാർത്ഥികളോട് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ എനിക്കിടയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ ഗതികൾ സമ്മിശ്രമായ ഒരുപാട് പ്രതികരണങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. സമീപകാലത്ത് ഈ കാലത്തെക്കുറിച്ചുള്ള ചില വ്യാഖ്യാനങ്ങളിൽ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളിൽ ഒന്ന് ഇതൊരു ഡിജിറ്റൽ ഏജ് ആണ് എന്നതാണ്. ഡിജിറ്റൽ ഏജ് എന്നതിനെ അല്പം കൂടെ ഭാഷാപരമായി വിശകലനം ചെയ്ത് സമീപകാലത്ത് ഒരു എഴുത്ത് കണ്ടു. അതിലുപയോഗിച്ചിരിക്കുന്നത് ഇത് ഡിജിറ്റൽ ഏജ് എന്നല്ല, ഇത് ഡിസ്റപ്റ്റീവ് ഏജ് എന്നാണ്. ഇതൊരു ഡിസ്റപ്റ്റീവ് ഏജ് ആണ് എന്നാണ്. രണ്ട് അർത്ഥതലങ്ങളാണ് ഡിസ്റപ്റ്റീവ് ഏജ് എന്ന വാക്കിന് ചിന്തകന്മാർ കൊടുക്കുന്നത്. ഒന്നാമത് അവർ സൂചിപ്പിക്കുന്നത് ബ്രോക്കൺ ഇൻടു പീസസ് എന്നാണ്, ശിഥിലമാക്കപ്പെട്ട എന്നാണ്. ഒരുപക്ഷെ സമൂഹത്തിന് ഇന്ന് അന്യമായി പോകുന്ന ഒരു യാഥാർത്ഥ്യം സമൂഹത്തിൻ്റെ സമഗ്രതയാണ്. ആധ്യാത്മികതയും ദേവാലയവും എപ്രകാരം വ്യത്യസ്തമായി പോകുന്നുവോ, സമൂഹവും ആളുകളും എപ്രകാരം ശിഥിലമായി പോകുന്നുവോ, അപ്രകാരം തന്നെ ഇന്ന് സമൂഹം അതിൻ്റെ സമഗ്രതയില്ലാതെയായി പോകുന്നു എന്നത് ഇതിൽ സൂചിപ്പിക്കുന്ന ഒരു പ്രമേയമാണ്. ഇത് ദേവാലയത്തിനകത്തെ ഒരു പ്രഭാഷണത്തിന് വേണ്ടി ഞാൻ ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് മറ്റൊരു അർത്ഥതലത്തിലാണ്. ഡിസ്റപ്റ്റീവ് എന്ന വാക്കിൻ്റെ മൂലപ്രയോഗങ്ങൾ, മൂലരൂപങ്ങൾ അർത്ഥം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഡിസ്റപ്റ്റസ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഇൻ്ററപ്റ്റിംഗ് ദ ഫ്ലോ എന്ന ഒരു അർത്ഥതലമാണ്. ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ഈ സുവിശേഷ യോഗത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രമേയം ആദ്യമായി സൂചിപ്പിക്കുന്നത് എന്നത് ഒന്ന് വിശദീകരിച്ചു കൊള്ളട്ടെ. കാലത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധി ഇന്ന് ഒഴുക്ക് തടയപ്പെടുന്നു എന്നതാണ്. അത് കേരളം കണ്ട പ്രളയത്തിൻ്റെയോ ചെന്നൈ കണ്ട പ്രളയത്തിൻ്റെയോ അർത്ഥതലത്തിലല്ല ഞാനിത് സൂചിപ്പിക്കുന്നത്. മറിച്ച് കേരളം കണ്ട പ്രളയത്തിൻ്റെ ബാക്കിപത്രം എന്നതുപോലെ തന്നെ എവിടെയൊക്കെയോ ഇന്ന് ആത്മീയതയുടെ ഒഴുക്കുകൾ തടയപ്പെടുന്നുണ്ട്. ദേവാലയങ്ങൾക്കകത്ത് ആത്മീയതയുടെ ഉദ്ഘോഷങ്ങൾക്കൊന്നും ഇന്ന് ഒരു കുറവുമില്ല. എല്ലാ മതങ്ങളും എല്ലാ സമുദായങ്ങളും ഇന്ന് ആധ്യാത്മികത, ആത്മീയത, ദൈവീകത നന്നായി ഉദ്ഘോഷിക്കുന്നുണ്ട്. പക്ഷേ ആത്മീയതയുടെ അർത്ഥതലങ്ങൾ ഇന്ന് ദേവാലയത്തിനകത്ത് തളം കെട്ടുകയാണ്. ദേവാലയത്തിനകത്ത് തളം കെട്ടുന്ന ആധ്യാത്മികതയുടെ അംശങ്ങൾ ദേവാലയത്തിൻ്റെ 4 ഭിത്തിക്ക് പുറത്തേക്ക് ഒഴുകുവാൻ ഇന്ന് നന്നേ പ്രയാസപ്പെടുന്നു എന്നതാണ് കാലത്തിൻ്റെ ഒരു വലിയ ദുരന്തം. അച്ഛൻ്റെ ആമുഖവാക്കുകളിൽ അത് വ്യക്തമാണ്. 50 വർഷങ്ങളിലധികമായി ഈ ദേവാലയം ഇവിടെ നിലകൊള്ളുമ്പോൾ പോലും ഈ ദേവാലയത്തിൻ്റെ പരിസരത്തിലുള്ള ഒരുപാട് ആളുകളെ ഈ ദേവാലയത്തിലേക്ക് സ്വീകരിക്കുവാനും ഇവിടെ നിന്ന് ലഭിക്കുന്ന ആധ്യാത്മികതയുടെ അംശങ്ങളുമായി
അവരുടെ ജീവിതത്തിന് പുതിയ മാനങ്ങൾ ഉണ്ടാക്കുവാൻ ഇന്നും നമ്മൾ പരാജയപ്പെടുന്നു. അത് ഇവിടുത്തെ മാത്രമല്ല, ലോകത്തിന്റെ സമഗ്രമായ അർത്ഥതലങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ്. ദേവാലയത്തിലും ആധ്യാത്മിക കേന്ദ്രങ്ങളിലും ഓടിക്കൂടുന്ന ആളുകളുടെ എണ്ണം അധികമാകുന്നുണ്ടെങ്കിലും ആധ്യാത്മികതയുടെ അംശങ്ങളെ ജീവിതത്തിൽ സ്വീകരിക്കുന്നവരുടെ എണ്ണം കുറയുന്നു. അതുകൊണ്ടാണ് ജീവിതത്തിന് സജ്ജമല്ലാത്ത ഒരു സമൂഹം ഇവിടെ രൂപപ്പെട്ടു വരുന്നത്. ഞാൻ ആ വാക്ക് ആവർത്തിക്കുകയാണ്. ജീവിതത്തിന് സജ്ജമല്ലാത്ത ഒരു സമൂഹം ഇവിടെ ഇന്ന് രൂപപ്പെട്ടു വരിക. വി ആർ നോട്ട് ഫിറ്റ് ഫോർ ലൈഫ്. നമുക്കെല്ലാം ഉണ്ട്, ജീവിതത്തിന് സജ്ജമായ എല്ലാം, ജീവിതത്തിന് ആവശ്യമായ എല്ലാം നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ വി ആർ നോട്ട് ഫിറ്റ് ഫോർ ലൈഫ്. ജീവിതത്തിന് നമ്മൾ സുസജ്ജമല്ല. ഒരുപക്ഷെ ആധ്യാത്മികതയുടെ ഏറ്റവും സമഗ്രമായ അർത്ഥതലം ആധ്യാത്മികത മനുഷ്യനെ ജീവിതത്തിന് സജ്ജമാക്കണം എന്നാണ്. ഇന്ന് വിദ്യാർത്ഥികൾ ഒരുപാട് ഇവിടെ കൂടുമ്പോൾ അച്ഛന് ഒരുപാട് ആങ്സൈറ്റികളുണ്ട് ഈ വിദ്യാർത്ഥികളെ കുറിച്ച്. ഇവരുടെ 1ാം വർഷത്തിന്റെ പരിശീലനങ്ങൾ അവസാനിച്ച് ഇവർ പരീക്ഷ എഴുതി കഴിയുമ്പോൾ ഇവർക്ക് ഒരുപാട് ആങ്സൈറ്റികൾ, ഇവർക്ക് ഒരുപാട് ഉത്കണ്ഠകൾ, ഇതോടെ ലോകം തീരുന്ന ഒരുപാട് ഭയപ്പാടുകൾ ഇവർക്ക്. ഇതിനു ശേഷമുള്ള വഴികൾ കണ്ടെത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവർക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ. ജീവിതം തൊട്ടു മുൻപിൽ ഇരുളായി പോകുന്നുവോ എന്നൊരു തോന്നൽ ഈ വിദ്യാർത്ഥി സമൂഹത്തിന്. ഇവരിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അതിനേക്കാൾ ആശങ്കകൾ. എന്നാൽ ആധ്യാത്മിക ജീവിതത്തെ സ്വീകരിക്കുന്ന ഒരു സമൂഹത്തിന് ഇത്തരത്തിലുള്ള ആശങ്കകളൊക്കെ അന്യമാണ്. നമ്മുടെയൊക്കെ ജീവിതം ദൈവബോധത്തിലും ദൈവ സാന്നിധ്യത്തിലും ഒന്ന് ശോഭിക്കണം. ഈ സുവിശേഷ യോഗത്തിൽ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ചിന്തയും അതുതന്നെയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടേതാണെന്ന് തോന്നുന്നു. 2 വരികൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നു. I asked a plant, speak to me about God. ഞാൻ ഒരു ചെടിയോട് ചോദിച്ചു, speak to me about God. ദൈവത്തെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? The plant did not utter a word. ഒരു വാക്ക് പോലും ആ ചെടി ഉച്ചരിച്ചില്ല. But it bloomed. പക്ഷേ അത് സുന്ദരമായ ഒരു പൂവിനെ എനിക്ക് കാട്ടിത്തന്നു. അതിന്റെ ജീവിതത്തിന്റെ ഒരു വലിയ പ്രകാശനം സുന്ദരമായ ഒരു പൂവിലൂടെ കാട്ടിക്കൊടുത്തു കഴിഞ്ഞിട്ട് അത് പറയാണ്, ദിസ് ഈസ് ഗോഡ്. ഇതാണ് ദൈവം. സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത്തരം രൂപപ്പെടുന്ന കുസുമങ്ങൾ, ഇത്തരം സുന്ദരമായി രൂപപ്പെടുന്ന ജീവിതത്തിന്റെ അവസ്ഥാവിശേഷങ്ങൾ, അതാണ് ദൈവത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രതിപാദനം, ദൈവത്തെക്കുറിച്ചുള്ള ഒരു വലിയ സാക്ഷ്യമാണ്. ഒരുപക്ഷെ ഈ ഒരു അർത്ഥതലത്തിലാവും മഹാനായ ടാഗോർ പറയുന്നത്, Thou hast made me endless. അങ്ങ് എന്നെ അനശ്വരമായി സൃഷ്ടിച്ചിരിക്കുന്നു. അതാണല്ലോ അങ്ങയുടെ ആനന്ദം. അങ്ങ് എന്നെ അനശ്വരമായി സൃഷ്ടിച്ചിരിക്കുന്നു, അതാണല്ലോ അങ്ങയുടെ ആനന്ദം. നോക്കൂ, ഒരു ഭാഗത്ത് ദൈവത്തിന്റെ ആനന്ദം നമ്മെ അനശ്വരമായി സൃഷ്ടിക്കല, മറുഭാഗത്ത് സൃഷ്ടിയുടെ ആനന്ദം ദൈവം പ്രതീക്ഷിക്കുന്ന തരത്തിൽ പ്രതികരിക്കല. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ ചിന്ത ഞാൻ ആ ഒരു തലത്തിൽ ക്രമീകരിക്കുകയാണ്. എങ്ങനെയാണ് ദൈവത്തോട്, ദൈവശബ്ദത്തോട് മനുഷ്യൻ പ്രതികരിക്കേണ്ടുന്നത്? ഒരുപക്ഷെ ആധ്യാത്മികത എന്നതിന്, സ്പിരിച്വാലിറ്റി എന്നതിന് ഏറ്റവും ലളിതമായ ഒരു നിർവചനം, സ്പിരിച്വാലിറ്റി ഈസ് ഹ്യൂമൻ റെസ്പോൺസ് ടു ദ ഡിവൈൻ വേർഡ്സ്. ദൈവികമായ വാക്കുകളോടുള്ള മനുഷ്യന്റെ പ്രതികരണമാണ് ആത്മീയത എന്ന് പറയുന്നത്. ഇന്നില്ലാത്തത് അതാണ്. ദൈവത്തിന്റെ വാക്കുകൾ ഇന്ന് ആവർത്തിച്ച് ഉച്ചരിക്കപ്പെടുന്നു. പക്ഷേ മനുഷ്യരാരും ഇന്ന് ദൈവത്തിന്റെ വാക്കുകളോട് ക്രിയാത്മകമായി പ്രതികരിക്കാനാവുന്നില്ല. ഒരു ചെടി ഒരു പുഷ്പത്തെ രൂപപ്പെടുത്തി കാണിച്ചതുപോലെ നമ്മുടെ അനശ്വരത ലോകത്തിൽ കാണിക്കുവാൻ,
നമ്മുടെ സാക്ഷ്യം ലോകത്ത് കാണിക്കുവാൻ നമ്മൾ പരാജയപ്പെടുകയാണ്. ഇത്തരം ഒരു പരാജയം ആധ്യാത്മിക ജീവിതത്തിന്റെ പരാജയമാണ്. അങ്ങനെയെങ്കിൽ യേശു തമ്പുരാൻ ലോകത്തിന് നൽകിയ ഏറ്റവും ശക്തമായ ഒരു സന്ദേശവും അതിനോടുള്ള മനുഷ്യന്റെ അഥവാ ശിഷ്യ സമൂഹത്തിന്റെ ശ്രോതാക്കളുടെ 3 പ്രതികരണവുമാണ് ഈ പ്രഭാതത്തിൽ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി വളരെ ലളിതമായി എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. 3 വാക്കുകളാണ്. യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, പേടിക്കേണ്ട, ഞാനാകുന്നു. ഇത് വിദ്യാർത്ഥികളോട് മാത്രമല്ല, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എൻട്രൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോട് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ സമൂഹത്തോടും ഈ കാലത്തിന് നൽകുവാനുള്ള ഏറ്റവും ശക്തമായ ഒരു സന്ദേശമാണ് യേശു തമ്പുരാൻ നൽകുന്ന 3 പദപ്രയോഗങ്ങൾ. ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട. ഇതിന്റെ പശ്ചാത്തലമൊന്നും ഞാൻ വിശാലമാക്കേണ്ടതില്ല. യേശു തമ്പുരാൻ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാർ പടകിൽ കയറി അക്കരയ്ക്ക് പോകുന്നത് നമുക്കറിയാം. ശിഷ്യന്മാർ പടകിൽ കയറി അക്കരയ്ക്ക് പോകുമ്പോൾ അവിടെ വല്ലാത്ത കാറ്റും കോളും ഉണ്ടാകുന്നു. ഈ കാറ്റും കോളും ഉണ്ടാകുമ്പോൾ യേശു തമ്പുരാൻ അവരുടെ അടുക്കലേക്ക് വരുന്നു. അടുക്കലേക്ക് വരുന്ന യേശു തമ്പുരാനെ കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് തോന്നിയത് യേശുവാണെന്നാണ്. യേശു തമ്പുരാൻ അവരുടെ അടുത്തേക്ക് വരുന്നു. പക്ഷേ ശിഷ്യന്മാർ തിരിച്ചറിയുന്നത് യേശുവാണ് എന്നല്ല, പകരം എന്താണെന്ന്. യേശു തമ്പുരാനെ കണ്ടിട്ട് ശിഷ്യന്മാർ പറയുന്നത് അതൊരു ഭൂതമാണ് എന്ന്. കാലത്തിൻ്റെ ഒരു വാക്ക് നമുക്ക് പ്രത്യേകം അറിയാം എന്നാണ് എൻ്റെ തോന്നൽ. 2019 ഇംഗ്ലീഷ് വേർഡായിട്ട് തിരഞ്ഞെടുത്തത് പോസ്റ്റ് ട്രൂത്ത് എന്ന വേർഡാണ്. പോസ്റ്റ് ട്രൂത്ത്, ദ ഇംഗ്ലീഷ് വേർഡ് ഓഫ് 2019. ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഡിക്ഷണറികൾ തിരഞ്ഞെടുത്ത വാക്കാണ് പോസ്റ്റ് ട്രൂത്ത്. ഇതിനെ സത്യാനന്തര സത്യം എന്നൊക്കെ മലയാളത്തിൽ ഈ കാലത്തിൽ ഒരുപാട് വ്യാഖ്യാനങ്ങളും പഠനങ്ങളും ആ ഒരു തലത്തിൽ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് യേശു തമ്പുരാൻ ഒരു സത്യമായി ഈ ശിഷ്യ സമൂഹത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ ആവുന്നില്ല. അവർക്ക് ആ സത്യത്തെ ഒരു ഭൂതമായി ആണ് ഇവർക്ക് തിരിച്ചറിയാൻ ആവുന്നത്. ഈ സമൂഹത്തോടാണ് യേശു തമ്പുരാൻ വളരെയധികം അർത്ഥപൂർണമായി സൂചിപ്പിക്കുന്ന 3 പ്രയോഗങ്ങൾ. ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട. ഈ വാക്ക് 3 നമുക്ക് പരിചയമുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ മറ്റൊരു പാഠഭേദമാണ് ആമുഖമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് മലയാളമാണ് ഞാൻ വായിച്ചത്. ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ ഉപയോഗിക്കുന്നത് ധൈര്യപ്പെടുവീൻ എന്ന വാക്കല്ല. ധൈര്യപ്പെടുവീൻ എന്ന വാക്കല്ല, ചിയർ അപ്പ്. എന്താ വാക്ക? ചിയർ അപ്പ്. മറ്റൊരു ഇംഗ്ലീഷ് വേർഡ് ഞാൻ ഉപയോഗിക്കുകയാണ്, റിജോയ്സ്. എന്താ? റിജോയ്സ്. യേശു തമ്പുരാൻ കലങ്ങി മറിഞ്ഞ ഒരു പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ ജീവിതത്തെക്കുറിച്ച് വലിയ പ്രാരബ്ധങ്ങളും ബദ്ധപ്പാടുകളിലും ഇരിക്കുന്ന ശിഷ്യ സമൂഹത്തോട് വല്ലാത്ത ഓളങ്ങളിൽ വല്ലാത്ത തിരകളിൽ ബന്ധപ്പെടുന്നവരോട് യേശു തമ്പുരാൻ നൽകുന്ന സന്ദേശം ധൈര്യപ്പെടുവീൻ എന്നല്ല, റിജോയ്സ്, ആനന്ദിക്കുക എന്നാണ്. ഈ കാലത്തിന് അനിവാര്യമായിരിക്കുന്ന ഒന്നാമത്തെ സന്ദേശം ഇതാണ്. റിജോയ്സിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ആനന്ദിക്കാൻ പറ്റുക? ഇന്ന് ആനന്ദത്തിന്റെ വഴികൾ ഇഷ്ടംപോലെയുണ്ട്. എല്ലാ മനുഷ്യനും ആനന്ദിക്കുകയാണ്. ഞങ്ങൾ പ്ലസ് ടുക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആനന്ദിക്കുകയല്ല, അർമാദിക്കുകയാണ്. ആനന്ദത്തിനൊക്കെ ഇന്ന് ഒരുപാട് അതിർത്തികൾക്കപ്പുറത്തുള്ള ആനന്ദങ്ങൾ ഇന്നുണ്ട്. പക്ഷേ എന്താണ് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലെ ആനന്ദം? അത് നമ്മുടെ അധ്വാനങ്ങൾക്ക്
നമ്മുടെ പരിശ്രമങ്ങൾക്ക്, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്ത് ഒരാനന്ദമുണ്ട്. ഈ ആനന്ദം എങ്ങനെയാ തിരിച്ചറിയുക? ഒരുപക്ഷെ ഈ വാക്ക്, ആനന്ദം എന്ന വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പിതാവാം ദൈവം ലോകത്തോട് ഇടപെടുമ്പോൾ യേശു തമ്പുരാന്റെ വരവിനെ കുറിച്ച് പരിശുദ്ധ അമ്മയോട് സംസാരിക്കാൻ ഗബ്രിയേൽ മാലാഖയെ വിടുന്നുണ്ട്. ഈ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യകമറിയാമിന്റെ അടുത്ത് വന്ന് കന്യകമറിയാമിനോട് ആദ്യമായി ഉച്ചരിക്കുന്ന വാക്ക്, അതും ഭയപ്പെടേണ്ട എന്നാണ് നമ്മൾ കാണുക. അതും ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ പരിശോധിച്ചാൽ ഭയപ്പെടേണ്ട എന്ന വേർഡ് അവിടെ ഇല്ല. ഭയപ്പെടേണ്ട എന്ന വാക്കല്ല അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റിജോയ്സ് എന്ന വേർഡാണ്, ആനന്ദിക്കുക എന്ന വേർഡാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നത് ലോകത്തെ ആനന്ദിപ്പിക്കാനാണ് എന്ന് പരിശുദ്ധ അമ്മയോട് സൂചിപ്പിക്കുകയാണ്. ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നത് ഈ ലോകത്തെ ആനന്ദിപ്പിക്കാനാണ്. മലയാള പരിഭാഷയിൽ ഭയപ്പെടേണ്ട, ദൈവത്തിൻ്റെ കൃപ നിനക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. എന്നാൽ അത് ഭയപ്പെടേണ്ട എന്നതല്ല. ഈ പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ഭാഷകളിൽ നെഗറ്റീവ് വേർഡ്സുമുണ്ട്, പോസിറ്റീവ് വേർഡ്സുമുണ്ട്. ഈ കാലത്ത് പോസിറ്റീവ് വേർഡ്സിന് വേണ്ടിയുള്ള പരിശ്രമമാണ് കൂടുതൽ നടക്കുന്നത്. മനഃശാസ്ത്രം അറിയുന്നവരെല്ലാം പോസിറ്റീവ് വേർഡ്സ് പറയണമെന്ന് പറയും. പക്ഷെ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന നെഗറ്റീവ് വേർഡ്സാണ്. നെഗറ്റീവ് വേർഡ്സ്, ആർക്കും പോസിറ്റീവ് വേർഡ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. എല്ലാവരും ആവർത്തിച്ച് ഉപയോഗിക്കുന്നതാണ്. ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കറിയാം, ഈ അമ്മമാരൊക്കെ രാവിലെ കുട്ടികളെ വിളിച്ചുണർത്താൻ വരും. അമ്മമാരൊക്കെ, അച്ഛന്മാരങ്ങനെ ഭീകരതയൊന്നും കാണിക്കാറില്ല. ഈ അമ്മമാരെ വിളിക്കാൻ വരുമ്പോൾ ഈ കുട്ടികളോട് ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. അതിലേറ്റവും പ്രധാനം, അവൻ്റെ ഒരു ഉറക്കം കണ്ടില്ലേ, ഒരക്ഷരം പഠിക്കത്തില്ല. നെഗറ്റീവ് വേർഡ് പറഞ്ഞിട്ടാണ്. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഈ കുട്ടികളൊക്കെ പലപ്പോഴും, അയ്യോ ഞാൻ അതും പഠിച്ചില്ല, ഞാൻ അതും തയ്യാറെടുത്തില്ല, ഇങ്ങനെയെല്ലാം ഈ നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിച്ചാണ് നമ്മളെല്ലാം ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ അത് തെറ്റാണ്. നമ്മളൊക്കെ പോസിറ്റീവ് വേർഡ്സിലേക്ക് വരേണ്ടിയിരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഒരു കാലത്ത് യൂസ്ഡ് കാറുകൾ വിൽപ്പനയ്ക്ക് എന്ന് എഴുതി വെച്ചിരുന്ന ബോർഡുകളുണ്ട്. യൂസ്ഡ് കാർ, ഉപയോഗിച്ച കാറുകൾ, അത് നെഗറ്റീവ് വേർഡായി. പക്ഷെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് വേർഡാണ്, പ്രീ ഓൺഡ്. മുൻപ് ഒരു ഉടമസ്ഥനുണ്ടായിരുന്നു എന്നേ ഉള്ളൂ, ഉപയോഗിച്ചിട്ടില്ല. മുൻപ് ഒരു ഉടമസ്ഥനുണ്ടായിരുന്നു എന്നേ ഉള്ളൂ, ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഭാഷയുടെ ഒരു വലിയ കാലമുണ്ട്. നമുക്കും അത് അനിവാര്യമാണ് ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും. ഇവിടെ ഭയപ്പെടേണ്ട എന്ന നെഗറ്റീവ് വേർഡല്ല, ആനന്ദിക്കുക എന്ന ഒരു പോസിറ്റീവ് വേർഡാണ്. യഥാർത്ഥത്തിൽ ലോകത്തിന് ആധ്യാത്മികതയിൽ പഠിക്കേണ്ടുന്ന ഏറ്റവും ശക്തമായ ഒരു വാക്ക് ഇത് തന്നെയാണ്, ആനന്ദിക്കുക എന്ന വാക്ക്. ഈ ആനന്ദം ഈ ശിഷ്യന്മാർ ജീവിതത്തിൽ അനുഭവിച്ചോ? യേശു തമ്പുരാൻ ഈ ഓളം വെട്ടുന്ന, തിരകൾ ആർത്തടിക്കുന്ന ഈ ഒരു സമുദ്രത്തിന്റെ മധ്യേ നിന്നിട്ടാണ് ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ആനന്ദിക്കുക എന്ന്, റിജോയ്സ് എന്ന്. ഈ ശിഷ്യന്മാർ ആനന്ദിച്ചോ? അവരെന്നെ കൈകൊട്ടി ചിരിച്ചോ? ഈ ശിഷ്യന്മാർ എങ്ങനെയാണ്, ഹൗ ഡിഡ് ദേ റെസ്പോണ്ട് ടു ദിസ് വേർഡ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിന്റെ ഈ വാക്കിനോട് അവർ എങ്ങനെയാ പ്രതികരിച്ചത്? അതിൽ നമ്മളൊരു ആനന്ദം കണ്ടെത്താനാവും. പത്രോസാണ് ആദ്യം പ്രതികരിക്കുന്നത്. പത്രോസ് പറയാണ്, ഗുരുവേ അങ്ങാണ് അത് എങ്കിൽ, ആ നിൽക്കുന്നത് ഗുരുവേ അങ്ങാണെങ്കിൽ എന്നോട് കൽപ്പിക്കണം. എന്തുവാ? എനിക്ക് ഈ വെള്ളത്തിന് മുകളിലൂടെ അപ്പുറത്തേക്ക് അങ്ങയുടെ അടുക്കലേക്ക് എത്തണം. ഇതാണ് ആനന്ദിക്കുക എന്ന വാക്കിനോടുള്ള പത്രോസിന്റെ പ്രതികരണം. അപ്പൊ അങ്ങനെയെങ്കിൽ പത്രോസിന്റെ ആനന്ദം എന്താ? പത്രോസിന്റെ ആത്മീയതയുടെ പ്രതികരണം എന്താ? വാക്ക് കേട്ടിട്ട് ചിരിക്കുകയോ ചിരിച്ചു തള്ളുകയോ അവിടെ ഉപേക്ഷിച്ച് പോവുകയല്ല. പള്ളിപ്രസംഗം നമ്മൾ കേൾക്കുന്ന പോലെ
കേൾക്കുകയും മാർക്കിടുകയും അവിടെ ഉപേക്ഷിച്ചു പോവുകയും അല്ല. ഹി റെസ്പോൺസ് ടു ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ വാക്കിനോട് അവൻ പ്രതികരിക്കുകയാണ്. അവന്റെ പ്രതികരണം, ഗുരുവേ, നീയാകുന്നുവെങ്കിൽ വെള്ളത്തിന് മീതെ നടക്കാനല്ല, അങ്ങയുടെ അടുക്കലെത്താൻ എന്നോട് കൽപ്പിക്കണമേ എന്നാണ്. ഇതിനെക്കുറിച്ച് ചില ആളുകൾ പറയുന്നത് പത്രോസിന് ഒരു അത്ഭുതം കാണിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് എന്നാണ്. വെള്ളത്തിന് മുകളിൽ നടന്ന് താൻ വലിയ മിടുക്കനാണ് എന്ന് കാണിക്കാനാണ്. നെവർ. പത്രോസ് പറയുന്നത്, എന്നെ വെള്ളത്തിന്മീതെ നടത്തി എനിക്ക് ഒരു അത്ഭുതം കാണിക്കാൻ എന്നെ ഒന്ന് ശക്തനാക്കാമോ എന്നല്ല. ഐ വുഡ് ലൈക്ക് ടു കം ക്ലോസർ ടു യു. എനിക്ക് അങ്ങയുടെ അടുക്കലേക്ക് എത്തണം. ടാഗോറിന്റെ ഭാഷയിൽ അതാണല്ലോ എൻ്റെ ആനന്ദം, അതാണല്ലോ എൻ്റെ ആനന്ദം. എനിക്ക് ക്രിസ്തുവിലുള്ള ആനന്ദം അങ്ങയോട് ചേർന്ന് നിൽക്കുന്നത്. സഹോദരങ്ങളെ, ആധ്യാത്മികതയുടെ ആദ്യത്തെ പ്രതികരണം, സ്പിരിച്വാലിറ്റിയുടെ ഫസ്റ്റ് റെസ്പോൺസ്, മൂവിങ് ടുവേർഡ്സ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ അടുക്കലേക്ക് സഞ്ചരിക്കല. ക്രിസ്തുവിന്റെ അടുക്കലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് ആനന്ദത്തിന്റെ വഴികൾ നമുക്കൊക്കെ ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് ആലോചിച്ചോളൂ, എന്താണ് നമുക്ക് ആനന്ദമില്ലാതെ ആകാംക്ഷയിൽ മാത്രം നമ്മൾ ജീവിക്കുന്നത്? വി ആർ കീപ്പിംഗ് ourselves away from Christ. ക്രിസ്തുവിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരെയാണ്. ആരുടെയോ ഒരു പുസ്തകമുണ്ട്, ക്രിസ്തുവിലേക്ക് എത്ര ദൂരം എന്ന്. ക്രിസ്തുവിലേക്ക് എത്ര ദൂരം എന്ന്. വി ആർ കീപ്പിംഗ് ourselves away. അതുകൊണ്ട് ആധ്യാത്മികതയുടെ പ്രതികരണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനോട് അടുത്തു വരണം. അവിടെയാണ് ആനന്ദമുള്ളത്. അത് യേശു തമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഉടനീളം ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അതിൽ ഒരു ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം. ഈ പരീക്ഷയും എല്ലാം കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത്തരം ചിന്തകൾ എൻ്റെ മനസ്സിൽ വരുന്നത്. ജീവിതത്തിന് സജ്ജമാക്കണം എന്നുള്ളത് കൊണ്ടാണ്. യേശു തമ്പുരാൻ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ ഒരുപാട് ഉപമകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുപയോഗിച്ചിട്ടുണ്ട്? ഉപമകൾ. ഒരുപാട് ഉപമകൾ യേശു തമ്പുരാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ യേശു തമ്പുരാൻ ശിഷ്യന്മാരുമായി ആദ്യ സന്ദർഭങ്ങളിൽ ഇടപെടുമ്പോൾ ഉപയോഗിച്ച ശ്രദ്ധേയമായ ഒരു ഉപമയുണ്ട്. ആ ഉപമ എല്ലാവർക്കും പരിചയമുള്ള ഉപമയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ് ആ ഉപമ കാണുന്നത്. ചില ആളുകൾക്ക് അത് ബോധ്യപ്പെട്ട് കാണും. ആ ഉപമ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: വിതക്കാരൻ, ബാക്കി പറയാം, വിതക്കാരൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. ആരാ വിതയ്ക്കാൻ പോയത്? വിതക്കാരൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. ബാക്കി പറയാമല്ലോ അല്ലേ? വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ഇദ്ദേഹം വിതയ്ക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞപ്പോ ചിലത് വഴിയരികിലേത് ആദ്യം പറ. ചിലത് വഴിയരികിൽ പോയ വഴിക്ക് തന്നെ ചിലത് വീണു. അത് കാക്ക കൊണ്ടുപോയി കാണും. പ്രയോജനപ്പെട്ടില്ലല്ലോ. പ്രയോജനപ്പെട്ടോ? ഇല്ല. അതിനുശേഷം ചിലത് പാറസ്ഥലത്ത് കിളിർത്തു വന്നു. നിലനിൽക്കാൻ പറ്റിയോ? അതും ഗുണപ്പെട്ടോ? അതും ഗുണപ്പെട്ടില്ല. മൂന്നാമത് ഒന്നുകൂടെ ഉണ്ട്. മുള്ളിനിടയിൽ വീണോ വീണിടത്ത് മുള്ളായോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത് രണ്ടും ഉണ്ട്. എന്തായാലും രണ്ടും ഉണ്ട്. വീണിടത്ത് മുള്ള് വളർന്നു വന്നിട്ടുണ്ടാവും. അത് നന്നായി വളർന്നു വന്നു. അത് നന്നായി വളർന്നു വന്നു. പ്രതീക്ഷ തന്നില്ലേ? തന്നോ? പ്രതീക്ഷ തന്നു. എല്ലാ പ്രതീക്ഷകളും തന്നു. പിള്ളേരൊക്കെ ആലോചിക്കുന്നുണ്ടാവും, ക്ലാസ് എക്സാമിന് എല്ലാം 1-ാം സ്ഥാനത്തായിരുന്നു എന്ന്. എല്ലായിടത്തും 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടാവും. നല്ല പ്രതീക്ഷകൾ തന്നിട്ടുണ്ട്. മൂന്നാമത്തേത്. എന്നാൽ ഇതൊന്നും കൃഷിക്കാരൻ ആഗ്രഹിച്ച ഫലം കൊടുത്തില്ല. ഈ മനുഷ്യന്റെ കയ്യിലുണ്ടായിരുന്ന 4-ൽ-3 വിത്തുകൾ നഷ്ടപ്പെട്ടു. ഇല്ലേ? 4-ൽ-1 വഴിയരികിൽ, അടുത്ത 4-ൽ-1 പാറപ്പുറത്ത്, അടുത്ത 4-ൽ-1 എവിടെ? മുള്ളിനിടയിൽ. 4-ൽ-3 തീർന്നു. ബാക്കി എത്രയുണ്ട്? മാത്തമാറ്റിക്സ് പേടിച്ചാ ഇങ്ങോട്ട് വന്ന്. ഇനി ഇവിടെ മാത്തമാറ്റിക്സ് പറയൂ. ഇനി എത്രയുണ്ട്? ശേഷിക്കുന്നത് 4-ൽ-1.
ഈ ശേഷിക്കുന്ന 4-1 നല്ല നിലത്ത് വീണത്. നല്ല നിലത്ത് വീണു, ഫലം കിട്ടി. ഫലം കിട്ടിയപ്പോൾ എത്ര കിട്ടിയെന്ന് പറഞ്ഞു? 30, 60, 30, 60, 100 മേനി. വെറുതെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ ഈ പറയുന്ന കൃഷിക്കാരന് നഷ്ടമുണ്ടോ? ഈ പറയുന്ന കൃഷിക്കാരന് നഷ്ടമുണ്ടോ? അദ്ദേഹത്തിന്റെ 4-3 വിത്തുകൾ പ്രയോജനപ്പെടാതെ പോയി. 4-1 വിത്തുകൾ മാത്രമേ നല്ല നിലത്ത് വീണുള്ളൂ. പക്ഷെ ഫലം കിട്ടുമ്പോൾ ഈ മനുഷ്യന് നഷ്ടമുണ്ടോ? ഇനി ആലോചിക്കുക, പാലക്കാരുടെ മനസ്സെന്താന്നോ ആവോ, ആലോചിക്കുക. ഈ മനുഷ്യന് നഷ്ടമില്ല. കാരണം നിങ്ങൾ ആലോചിക്കുന്ന കണക്ക് വേറെയാണ്. സാറേ, 4-1 നല്ല നിലത്ത് വീണപ്പോൾ 100 കിട്ടി. അപ്പൊ 100ഉം നല്ല നിലത്ത് വീണെങ്കിൽ 400 കിട്ടിയനെ. അതാണ് പാലക്കാരുടെ കണക്ക്, അതാന്ന് എനിക്കറിയാം. എന്നാലും ഇവിടെ ഒരു വലിയ പാഠം യേശുതമ്പുരാൻ നൽകുന്നുണ്ട്. ഇത് വചനത്തെക്കുറിച്ച് ഉള്ള ലളിതമായ ഒരു പഠിപ്പിക്കൽ മാത്രമല്ല. ഇത് നല്ല നിലത്തെക്കുറിച്ചുള്ള ഒരു ലളിതമായ പഠിപ്പിക്കൽ മാത്രമല്ല. ഇത് മനുഷ്യ ജീവിതത്തിന്റെ അധ്വാനങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വലിയ പഠിപ്പിക്കലാണ്. സഹോദര, നിന്റെ ജീവിതത്തിന്റെ ഒരുപാട് കാലങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. 25 വയസ്സുള്ളവർക്ക് 1-ാം ഭാഗം തീർന്നു, 50 വയസ്സുള്ളവർക്ക് 2-ാം ഭാഗവും തീർന്നു, 75 ഉള്ളവർക്ക് 3-ാം ഭാഗവും തീർന്നു. ബ്രില്യൻറ്റിലൊക്കെ കോച്ചിങ്ങിന് വരുന്ന ആളുകൾക്ക് +1 തീർന്നു, +2 തീർന്നു, പിന്നെ റിപ്പീറ്റും തീർന്നു. +1 തീർന്നു, +2 തീർന്നു, റിപ്പീറ്റും തീർന്നു. ഇനി അവശേഷിക്കുന്ന കുറച്ച് കാലങ്ങളുണ്ട്. മനുഷ്യജീവിതത്തിന്റെ അധ്വാനങ്ങളെക്കുറിച്ചുള്ള വലിയ പാഠമാണ്. എന്നാൽ ഈ അവശേഷിക്കുന്ന ചെറിയ അംശങ്ങളിൽ നിന്ന് തമ്പുരാൻ അത്ഭുതങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്താ പറഞ്ഞേ? അവശേഷിക്കുന്ന അല്പത്തിൽ നിന്ന് യേശു തമ്പുരാൻ അത്ഭുതങ്ങൾ വിരിയിക്കുകയാണ്. ഇതാണ് ദൈവസന്നിധിയിലെ നമ്മുടെയൊക്കെ ആനന്ദം. ദൈവസന്നിധിയിൽ നഷ്ടപ്പെട്ടു പോയ കാലങ്ങളെ കുറിച്ച് അനുതാപം വേണം, വേണ്ടെന്നല്ല. നമ്മളെ സംബന്ധിച്ച് വാട്ട് ഈസ് ലെഫ്റ്റ്, ഇനി അവശേഷിക്കുന്നത് എന്ത് എന്നത് ഏറ്റവും പ്രധാനമാണ്. മനുഷ്യ ജീവിതത്തിൽ തമ്പുരാൻ പഠിപ്പിക്കുന്ന ശ്രദ്ധേയമായ പാഠം, നിന്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നതിൽ നിന്ന് അത്ഭുതങ്ങളെ വിരിയിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്നതാണ്. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വേവലാതി അല്ല നമുക്ക് പ്രധാനം. ക്രിസ്തു സാന്നിധ്യത്തിലെ ആനന്ദം നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള ഉത്കണ്ഠകളല്ല. നഷ്ടപ്പെട്ടത് നഷ്ടപ്പെടട്ടെ, മറിച്ച് അവശേഷിക്കുന്നതിൽ നിന്ന് ആനന്ദമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് യേശു തമ്പുരാൻ അവിടെ പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ലാസറിന്റെ കല്ലറയിൽ യേശു തമ്പുരാൻ തന്റെ പരസ്യ ശുശ്രൂഷയുടെ ഏറ്റവും അവസാന ഭാഗത്താണ് യേശു തമ്പുരാൻ ലാസറിന്റെ കല്ലറയിൽ ചെല്ലുക. അവിടെയും യേശു തമ്പുരാൻ പഠിപ്പിക്കുന്ന പാഠം എന്ത് തന്നെയാണ്? അവശേഷിക്കുന്ന അല്പം കൂടാരം മാത്രമാണ് അവിടെ ഉള്ളത്. അവന്റെ ശരീരം, ലാസറിന്റെ ശരീരം കുഴിയിൽ വെച്ചു കഴിഞ്ഞു, നാറ്റം വെച്ചു തുടങ്ങി, ജീർണിച്ചു തുടങ്ങി. മനുഷ്യ ശരീരം ജീർണിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ അസ്ഥി വേറെ, മാംസം വേറെയായി എന്നാണ് അർത്ഥം. അസ്ഥിയും മാംസവും വേറെയായി കഴിയുമ്പോൾ യേശു തമ്പുരാൻ അവിടെ നിന്നുകൊണ്ട് അസ്ഥി കഷണമേ എന്ന് വിളിക്കുന്നില്ല. യേശു തമ്പുരാൻ മാംസപിണ്ഡമേ എന്ന് വിളിക്കുന്നില്ല. യേശു തമ്പുരാൻ വിളിക്കുന്നത് ലാസറേ എന്ന് പൂർണ്ണതയുടെ പേരാണ്. സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം. അവശേഷിക്കുന്ന ജീവിത അനുഭവങ്ങളിൽ നിന്ന്, അവശേഷിക്കുന്ന അധ്വാനങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളെ രൂപപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ വലിയ ആനന്ദം. ഈ ആനന്ദത്തിലേക്കാണ് യേശു തമ്പുരാൻ ശിഷ്യ സമൂഹത്തെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യ സമൂഹം യേശു തമ്പുരാന്റെ അടുക്കിലേക്ക്, അത് അത്ഭുതം കാണാനല്ല, അത്ഭുതം ചെയ്യാനല്ല, മറിച്ച് ക്രിസ്തു സാന്നിധ്യത്തിലെ ആനന്ദം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്. സങ്കീർത്തനക്കാരൻ 43-ാം സങ്കീർത്തനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിന്റെ പീഠത്തിങ്കലേക്ക്, എന്റെ പരമാനന്ദമായ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലും. എവിടേക്കാ? ഞാൻ ദൈവത്തിന്റെ അടുക്കലേക്ക്, ദൈവത്തിന്റെ പീഠത്തിങ്കിലേക്ക്
എൻ്റെ പരമാനന്ദമായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലും. ആ പരമാനന്ദം എന്ന വാക്ക് പോലും ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ മറ്റൊരു തലത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് അല്പം കൂടെ ശ്രദ്ധേയമാണ്. I will go to the altar of God who makes my youth glad. എൻ്റെ യൗവനത്തെ ആനന്ദമാക്കുന്ന ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലും എന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ യൗവനങ്ങളെ, നമ്മുടെയൊക്കെ അധ്വാനങ്ങളെ ആനന്ദമാക്കുന്ന ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനുള്ളതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആധ്യാത്മിക പ്രതികരണത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം. യേശു തമ്പുരാൻ പറയുന്നു, നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ ആനന്ദിക്കുക. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ചെന്ന് അവൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ആനന്ദിക്കാം. ഒന്നാമത്തെ ചിന്ത. 2-3 ചിന്തകൾ വളരെ ചുരുക്കമായി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞ യേശു തമ്പുരാന്റെ അടുക്കലേക്ക് പത്രോസ് നടന്നു നീങ്ങുമ്പോൾ അവന്റെ ശ്രദ്ധ എപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ക്രിസ്തു സാന്നിധ്യത്തിൽ നിന്ന് ഫോക്കസ് മാറുന്നുവോ അന്നേരം എന്ത് ചെയ്യുക? അവൻ താഴേക്ക്, വെള്ളത്തിന് താഴേക്ക്, ഹീസ് സിങ്കിങ്, അവൻ താഴേക്ക് പോവാൻ. താഴേക്ക് പോകുമ്പോ പത്രോസിന് മുൻപിൽ 2 സാധ്യതയുണ്ട്. ഒന്നുകിൽ പത്രോസിന് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന സഹശിഷ്യന്മാരെ വിളിക്കാം, എന്നെ രക്ഷിക്കണേ എന്ന് വിളിക്കാം. പത്രോസ് വിളിച്ചോ? ഇല്ല. പത്രോസ് ആരെയെ വിളിച്ചേ? പത്രോസ് വിളിച്ചത് അടുത്തു നിൽക്കുന്ന സഹശിഷ്യന്മാരെ അല്ല, മറിച്ച് പത്രോസ് വിളിച്ചത്, ഓ മൈ ലോർഡ് സേവ് മീ, എന്റെ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്നാണ് പത്രോസ് വിളിക്കുന്നത്. ഇതാണ് ക്രിസ്തു സാന്നിധ്യത്തിലെ വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് ആനന്ദമാണ്. 2, ക്രിസ്തു സാന്നിധ്യത്തിലെ വലിയ പ്രത്യാശ. നടക്കാൻ ശ്രമിക്കുന്നവൻ വീഴാനും മുങ്ങാനും സാധ്യതയുണ്ട്. പക്ഷേ വീഴാൻ തുടങ്ങിയാലും മുങ്ങാൻ തുടങ്ങിയാലും നീ ക്രിസ്തുവിലേക്ക് നോക്ക്, എന്നിട്ട് യു പ്രേ, നീ പ്രാർത്ഥിച്ചോളൂ. അവനാണ് ഒരു വലിയ പ്രത്യാശ നമുക്ക് ഉള്ളത്. അവനാണ് ഒരു വലിയ പ്രത്യാശ. ക്രിസ്തു ജീവിതത്തിൻ്റെ, ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ ഒരു വലിയ പ്രത്യാശയെ നമ്മളിവിടെ കാണുക. നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ അധ്വാനങ്ങളിൽ വല്ലാതെ അസ്വസ്ഥമാകുന്നവരാണ്, വല്ലാതെ നിരാശപ്പെടുന്നവരാണ്. യഥാർത്ഥത്തിൽ പ്രത്യാശ എന്ന് പറയുന്നത് വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. മഹാനായ ടാഗോർ തൻ്റെ കവിതകൾ രേഖപ്പെടുത്തുമ്പോൾ വിശ്വാസത്തെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട്. അത് വളരെ ലളിതമാണ്. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ലളിതമായ ഭാഷയിൽ ഞാനത് പറഞ്ഞു തരാം. അതിരാവിലെ പക്ഷികൾ പാട്ട് പാടാറുണ്ട്. അതിരാവിലെ ആരാ പാട്ട് പാടുന്നത്? പക്ഷികൾ അതിരാവിലെ പാട്ട് പാടാറുണ്ട്. എന്തിനാ പക്ഷികൾ അതിരാവിലെ പാട്ട് പാടുന്നത്? വെറുതെ ഇരിക്കല്ലേ? ആളുകളെ വിളിച്ചുണർത്താൻ വേണ്ടിയാ. പിതാക്കന്മാരുടെ ഭാഷയിൽ മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിതാ പാട്ട് പാടുന്നു, നീയും എഴുന്നേറ്റ്. അതുകൊണ്ട് ഇപ്പൊ എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം പുതപ്പ് മൂടി. എന്തിനാണ് പക്ഷികൾ സുന്ദരമായി അതിരാവിലെ പാട്ട് പാടുന്നത്? ആലോചിച്ചിട്ടില്ലേ? അത് പക്ഷികളുടെ സ്വഭാവമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാവട്ടെ. അത് പക്ഷികളുടെ സ്വഭാവമായതുകൊണ്ടല്ല. പക്ഷികൾ പ്രഭാതത്തിൽ പാട്ട് പാടുമ്പോൾ നമുക്കറിയാം അതിനു മുൻപിൽ ഇരുളാണ് അതോ പകലാണ്. 4 മണിക്കും 5 മണിക്കും പക്ഷികൾ പാട്ട് പാടുമ്പോൾ അതിനു മുമ്പിൽ ഇരുളാണോ വെളിച്ചമാണോ? ഇരുളാണ്. സ്വന്തം ജീവിതത്തിന്റെ മുൻപിൽ ഇരുള് കണ്ടുകൊണ്ട് എന്തേ പക്ഷികൾ പാട്ട് പാടുന്നു? ജീവിതത്തിൽ ഇരുള് കാണുമ്പോൾ പാട്ട് പാടാൻ പറ്റുമോ? ആലോചിച്ചിട്ടില്ല അല്ലേ? ജീവിതത്തിന്റെ നിരാശകളും തകർച്ചകളും വഴിയറിയാൻ പാടില്ലാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ എങ്ങനെ നമുക്ക് പാട്ട് പാടാം? പക്ഷെ ഈ പക്ഷികൾ പാട്ട് പാടാണ്. അതിനാണ് ടാഗോർ പറയുന്നത്, ഈ പക്ഷികൾ പാട്ട് പാടുന്നതിന്റെ അർത്ഥം ഒന്ന്, അതിൻ്റെയൊക്കെ മുൻപിൽ ഇപ്പോ ഇരുളാണ്. എന്താ? പക്ഷിയുടെ മുൻപിൽ ഇപ്പോ ഇരുളാണ്. പക്ഷേ
ആ ഇരുളിന്റെ നീളം കേവലം 1 മണിക്കൂർ. ആ ഇരുളിന്റെ നീളം കേവലം 2 മണിക്കൂർ. അതിനുശേഷം ഒരു വലിയ പ്രഭാതം വരും. ആ പ്രഭാതത്തെ തുടർന്ന് 12 മണിക്കൂറിന്റെ പകൽ. ഇതാലോചിച്ചാൽ പക്ഷിക്ക് എങ്ങനെ പാട്ടുപാടാതിരിക്കാൻ ആവും? അദ്ദേഹം ഉപയോഗിക്കുന്ന വരികൾ ഇങ്ങനെയാണ്: Faith is the bird that sings though the dawn is dark. Faith is the song of the bird. തൊട്ടു മുൻപിൽ ഇരുള് പരക്കുമ്പോൾ പോലും പാട്ടുപാടുന്ന പക്ഷിയുടെ സംഗീതമാണ് വിശ്വാസം. നമുക്കുണ്ടോ അത്? നമുക്കില്ല. ഇവിടെ വെള്ളത്തിനകത്തേക്ക് താണു പോകുമ്പോൾ പോലും ക്രിസ്തുവേ എന്നെ രക്ഷിക്കണമേ എന്ന് പാടുവാൻ, എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുവാൻ കഴിയുന്ന പത്രോസിന്റെ പാട്ട് പക്ഷിയുടെ പാട്ട് പോലെ പ്രത്യാശയുടെ പാട്ടാണ്. പ്രത്യാശയുടെ പാട്ടാണ്. ഇത് നമ്മൾ പഠിക്കണം. ഈ പ്രത്യാശയെക്കുറിച്ചാണ് പരിശുദ്ധ വേദപുസ്തകം മുഴുവൻ സൂചിപ്പിക്കുന്നത്. അത് ജോനയുടെ ചരിത്രമായാലും അത് നോഹയുടെ ചരിത്രമായാലും നമുക്കെല്ലാം ഇഷ്ടമുള്ള മുടിയനായ പുത്രന്റെ ചരിത്രമായാലും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മടങ്ങിവരവിന്റെ ഒരു വലിയ പ്രത്യാശയെക്കുറിച്ചാണ്. ക്രൈസ്തവ ജീവിതത്തിന്റെ ആധ്യാത്മിക പ്രതികരണം വിശ്വാസത്തിൽ ആരംഭിച്ച് പ്രത്യാശയിൽ നിലകൊള്ളുന്നതാവണം. ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിന്റെ അസ്വസ്ഥതയിൽ തകർന്നു പോകാനുള്ളതല്ല, നമുക്കുമുണ്ട് അവശേഷിക്കുന്ന ഒരു ജീവിതം എന്ന് തിരിച്ചറിയാൻ ആണ്. അതിൽ അധികം പരാമർശിക്കപ്പെടാത്ത ഒരു ചിന്ത മാത്രം ഞാൻ അതിന് ആധാരമായി സൂചിപ്പിക്കാം. വിശ്വാസത്തിന്റെ പിതാവ് എന്ന് നമ്മളൊക്കെ ആവർത്തിച്ച് പരിശുദ്ധ വേദപുസ്തകവും സഭയുടെ വിശ്വാസ പ്രമാണങ്ങളും പഠിപ്പിക്കുന്നത് അബ്രഹാം പിതാവിനെ കുറിച്ചാണ്. വിശ്വാസത്തിന്റെ പിതാവ്. ഇദ്ദേഹം വിശ്വാസത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നതിന്റെ കാരണങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സിലൊരു വല്ലാത്ത ഒരു സംശയമുള്ളത്, യഹോവയാം ദൈവം മോശയെ വിളിച്ചപ്പോ മോശയോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ് എന്ന്. അബ്രഹാമിനോട് പറയുന്നത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയല്ല, നീ ചെല്ലുന്ന സ്ഥലം വിശിഷ്ട ഭൂമിയാകും. എൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? നീ ചെല്ലുന്ന ഇടം വിശിഷ്ട ഭൂമിയാകും. പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശമായ കനാനിലേക്കല്ലേ? വെറുതെ ഒരു സംശയം, കൗതുകകരമായി +2കാരുടെ സംശയം. എന്തേ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാക്കാൻ യഹോവയാം ദൈവത്തിന്റെ ഒരു വാക്കുകൊണ്ട് പറ്റുമെങ്കിൽ മോശ നിന്നിടം വിശുദ്ധമായതല്ല, യഹോവയാം ദൈവം പറഞ്ഞിടം, മനസ്സിലാവുന്നോ? യഹോവയാം ദൈവം കൽപ്പിച്ച ഇടം വിശുദ്ധമായതാ. അങ്ങനെയെങ്കിൽ എന്തേ അബ്രഹാം പിതാവിനോട് പറയുന്നില്ല, അബ്രഹാം പിതാവേ നീ നിൽക്കുന്ന ഇടം വിശിഷ്ടമാകും, ഇവിടം സമൃദ്ധമാകും? എന്തേ പറഞ്ഞില്ല? അബ്രഹാമിനെ നടത്തുകയാണ്, അബ്രഹാമിനെ സഞ്ചരിപ്പിക്കുകയാണ്. അബ്രഹാം സഞ്ചരിച്ച വഴിയാണ് ആധ്യാത്മിക ജീവിതത്തിന്റെ വലിയ പ്രതീകം. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ഒരാൾക്ക്, നീ ചെല്ലുന്ന സ്ഥലം വിശുദ്ധ ഭൂമി, വിശിഷ്ട ഭൂമി മറ്റൊരാൾക്ക്. ജീവിതത്തിൽ ജോലി കിട്ടുമ്പോൾ വലിയ ആനന്ദം അനുഭവിക്കുന്ന ഒരു വിഭാഗം, ജോലി കിട്ടിയില്ലെങ്കിലും അടുത്ത ജോലിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്ന മറ്റൊരു വിഭാഗം. ഫസ്റ്റ് ചാൻസിൽ എൻട്രൻസ് കിട്ടിയില്ലെങ്കിലും ഡോൺ വറി, നീ ചെല്ലുന്ന ഇടം വിശിഷ്ടമാക്കുവാൻ കഴിയുന്ന, പറയൂ കുട്ടികളെ, നീ ചെല്ലുന്ന ഇടം വിശിഷ്ടമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവം. നിൽക്കുന്ന ഇടത്തെക്കുറിച്ച് മാത്രമല്ല, ചെല്ലുന്ന ഇടത്തെക്കുറിച്ചും. ചെല്ലുന്ന ഇടം ഭാവിയുടേതാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നോഹയോട് യഹോവയാം ദൈവം ഇടപെടുമ്പോ നോഹയോട് പറഞ്ഞു, ദേ ഞാനൊരു പെട്ടകമുണ്ടാക്കി ദേ അവിടെ വെച്ചിട്ടുണ്ട്, നീയും സർവ്വ കുടുംബവും കൂടെ കേറിക്കോ. പറഞ്ഞോ?
ഞാനൊരു വലിയ അങ്ങനെ ഒരു പെട്ടകമുണ്ടാക്കി യഹോവയാം ദൈവം കൊടുത്തിരുന്നെങ്കിൽ ആ ജനം മുഴുവൻ വിശ്വസിച്ച് മടങ്ങി വരില്ലേ? ആലോചിച്ചിട്ടില്ല അല്ലേ? ആലോചിച്ച് നോക്ക്. ആ ജനം മുഴുവൻ വിശ്വസിച്ചേനെ. ദാ യഹോവയുടെ രക്ഷാ പേടകം. യഹോവ നോഹയോട് പറഞ്ഞത്, നീ പണിതോ, നീ നിർമ്മിച്ചോളൂ. എന്നിട്ട് യഹോവ കാത്തിരിക്കുകയാണ്. നോഹ പെട്ടകം പണി പൂർത്തിയാകുന്നത് വരെ യഹോവയാം ദൈവം കാത്തിരിക്കുകയാണ്. അത്ഭുതത്തിന് പരിശ്രമിച്ചല്ല. മക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മനുഷ്യ ജീവിത അധ്വാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഹ്യൂമൻ വർക്ക് മിക്സ്ഡ് വിത്ത് ഗോഡ്സ് ഗ്രേസ്. ഇതാണ് നോഹയിൽ കാണുന്നത്, ഇതാണ് അബ്രഹാമിൽ കാണുന്നത്, ഇതാണ് പിതാക്കന്മാരിൽ കാണുന്നത്. ഹ്യൂമൻ വർക്ക് മിക്സ്ഡ് വിത്ത് ഗോഡ്സ് ഗ്രേസ്. പരിശുദ്ധ കന്യകമറിയാമിനോട് ഗബ്രിയേൽ മാലാഖ വരുമ്പോ ഫുൾ ഓഫ് ഗ്രേസ്, കൃപ കൊണ്ട് നിറഞ്ഞവൾ. ഇതെല്ലാം മനുഷ്യ ജീവിതാധ്വാനങ്ങളിലുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ ആത്മീയരാവുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഭൗതികരാണ്. നമ്മുടെ എല്ലാ അധ്വാനങ്ങളിലും നമ്മുടെ എല്ലാ പരിശ്രമങ്ങളിലും ഒരു ക്രിസ്തു സാന്നിധ്യവും ക്രിസ്തുവിന്റെ ഇടപെടലും അവന്റെ കൃപ കൊണ്ടുള്ള നിറയ്ക്കലും. അതിനേറ്റവും ഹൃദ്യമായി ഹൃദയസ്പർശിയായ ഒരു ഉദാഹരണം സഭയുടെ അടിസ്ഥാന പാരമ്പര്യത്തിൽ നിന്ന് ഞാൻ സൂചിപ്പിക്കാം. ശ്മൂനിയമ്മയെ കുറിച്ച് കേട്ട് കാണുമല്ലോ അല്ലേ? പരിശുദ്ധ മർത്തശ്മൂനിയമ്മ. മർത്തശ്മൂനിയമ്മയെ കുറിച്ചുള്ള ഒരു ശ്രദ്ധേയമായ ചിന്തയുണ്ട്, ഒരു വലിയ പാരമ്പര്യം. അമ്മ 7 മക്കളെയും കൊണ്ട് പീഡനത്തിന് ഇരയാകുമ്പോൾ ഈ കുട്ടികൾ വല്ലാതെ നിലവിളിക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ നിലവിളി കണ്ടു കഴിഞ്ഞപ്പോൾ, എന്തിനാണ് അമ്മേ നമ്മൾ ഇത്രയധികം വേദനിക്കുന്നത് എന്ന് മക്കൾ ചോദിക്കുമ്പോൾ ശ്മൂനിയമ്മ മക്കളെ ധൈര്യപ്പെടുത്തുന്ന, മക്കൾക്ക് പ്രത്യാശ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അമ്മ പറഞ്ഞു കൊടുക്കാണ്, മക്കളെ, നിങ്ങൾ ഇവിടുത്തെ പീഡനങ്ങളും വേദനകളും അനുഭവിച്ച് രക്തസാക്ഷികളായി അങ്ങ് ഉയരത്തിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ചെല്ലുന്നത് അബ്രഹാം പിതാവിന്റെ മടിയിലേക്കാണ്. നിങ്ങൾ അബ്രഹാം പിതാവിന്റെ മടിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അബ്രഹാം പിതാവിനോട് പറയണം, അബ്രഹാം പിതാവേ, അങ്ങ് ഒരു യാഗപീഠമല്ലേ ലോകത്തിൽ നിർമ്മിച്ചുള്ളൂ. അബ്രഹാം പിതാവേ, അങ്ങ് ഒരു യാഗപീഠമല്ലേ ലോകത്തിൽ നിർമ്മിച്ചുള്ളൂ. എന്നാൽ ഞങ്ങളുടെ അമ്മ ദൈവത്തിന് വേണ്ടി 7 യാഗപീഠങ്ങൾ ലോകത്തിൽ നിർമ്മിച്ച അമ്മയാണ്. ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നോക്കൂ, ഒരു അമ്മയുടെ പ്രത്യാശ, നോക്കൂ, ഒരു അമ്മയുടെ പ്രതീക്ഷ. ഈ ലോകത്തിലെ കഠിനമായ വേദനകൾക്കപ്പുറത്ത് ദൈവം കരുതി വെക്കുന്ന ഒരു വലിയ വലിയ ആത്മീയ അനുഭവം, ആത്മീയ സന്തോഷം. അവിടെയാണ് മനുഷ്യ ജീവിതത്തിൽ രണ്ടാമത്തെ ആധ്യാത്മിക പ്രതികരണം, ക്രിസ്തുവിലുള്ള പ്രത്യാശ. മൂന്നാമത്തെ ചിന്ത 3 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. പത്രോസും സഹശിഷ്യന്മാരും യേശുതമ്പുരാന്റെ അടുക്കൽ വന്നിട്ട് യേശുതമ്പുരാൻ അവരുടെ അടുക്കൽ എത്തിക്കഴിയുമ്പോൾ അവർ ക്രിസ്തുവിന്റെ മുൻപിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. യേശുതമ്പുരാൻ ആരംഭിക്കുന്നത് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടാണ്. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞ യേശുതമ്പുരാന്റെ മുൻപിൽ ഈ ശിഷ്യ സമൂഹം നമസ്കരിക്കുകയാണ്. 14-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവർ നമസ്കരിക്കുകയാണ്. ഇവിടെയാണ് ആധ്യാത്മിക പ്രതികരണത്തിന്റെ 3-ാമത്തെ അർത്ഥതലം, ക്രിസ്തു സാന്നിധ്യത്തിലെ ആരാധന. എന്താ? ക്രിസ്തു സാന്നിധ്യത്തിലെ ആരാധന. 1, ക്രിസ്തു സാന്നിധ്യത്തിലെ ആനന്ദം. 2, ക്രിസ്തു സാന്നിധ്യത്തിലെ വലിയ പ്രത്യാശ. 3, ക്രിസ്തു സാന്നിധ്യത്തിലെ ആരാധന. ഇന്നിൻ്റെ മനുഷ്യർക്ക് അനിവാര്യമായ ഒരു ആത്മീയ പ്രതികരണമായത്. ഇന്ന് പ്രാർത്ഥനകൾ കൂടുന്നു, ആരാധന കുറയുന്നു. പ്രാർത്ഥനകൾ കൂടുന്നു, പ്രാർത്ഥന
നമുക്ക് വേണ്ടി, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാനുഷികമായ തലത്തിൽ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ. ആരാധന സ്വർഗത്തിലെ മാലാഖമാരോട് ചേർന്ന് അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായ ഞങ്ങളും സ്തുതിച്ച് ആരാധിക്കുകയാണ്. തമ്പുരാന്റെ മുൻപിൽ സാഷ്ടാംഗം വീഴുവാൻ പരിശുദ്ധ സഭ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി നമുക്ക് ആരാധനയുടെ കാലമാണ്. വിശുദ്ധമായി നിന്ന് വിശുദ്ധമായ ബലിവസ്തുക്കളായി എഫേസ്യ ലേഖനത്തിൽ പരിശുദ്ധ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായി, നിങ്ങൾ നിഷ്കളങ്കരായി രൂപപ്പെടുന്ന ഒരു വലിയ ആരാധന, സ്വയം ആരാധനയായി തീരുന്ന അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 3 ചിന്തകളാണ് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിച്ചത്. യേശു തമ്പുരാൻ ശിഷ്യ സമൂഹത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാകുന്നു, ധൈര്യപ്പെടുവീൻ. ഒന്നാമത്തെ തലത്തിൽ നമ്മൾ കണ്ടത് അതൊരു വലിയ ആനന്ദമാണ്. യേശു തമ്പുരാൻ പറയുന്നത് cheer up, it's I, don't be afraid. ഭയപ്പെടേണ്ട എന്നതാണ്. ഈ ഭയപ്പെടേണ്ട എന്ന പ്രയോഗത്തിൽ കാണുന്ന ആനന്ദം, ഈ പ്രയോഗത്തോടുള്ള ശിഷ്യ സമൂഹത്തിന്റെ പ്രതികരണം 3 പ്രതികരണമാണ്. 1, ക്രിസ്തു സാന്നിധ്യത്തിൽ ആനന്ദമുള്ളത് കൊണ്ട് അവർ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് എത്തുകയാണ്. 2, ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ ആനന്ദം അനുഭവിച്ചവർ ക്രിസ്തുവിൽ വലിയ പ്രത്യാശ, സേവ് മീ ഓ ലോർഡ്, എന്നെ സഹായിക്കൂ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യാശയോടെ നിലവിളിക്കുകയാണ്. 3, എല്ലാത്തിലും ഉപരിയായി ലഭിച്ച നന്മകൾക്ക് മുൻപിൽ, ക്രിസ്തുവിന്റെ കരുതലിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിക്കുകയാണ്. സഹോദരങ്ങളെ, ആധ്യാത്മിക ജീവിതത്തിന് അനിവാര്യമായ 3 പ്രതികരണങ്ങൾ ക്രിസ്തുവിന്റെ വാക്കുകൾ ലോകത്തിൽ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ആരാധനയിലൂടെ, സുവിശേഷ യോഗങ്ങളിലൂടെ ക്രിസ്തു ലോകത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ആധ്യാത്മികതയുടെ മറുതലം നമ്മുടെ പ്രതികരണമാണ്. ക്രിസ്തുവിന്റെ വാക്കിനോട് നമുക്ക് പ്രതികരിക്കാം, അവനിൽ ആനന്ദം കണ്ടെത്താം, അവനിൽ അഭയപ്പെടാം, അവനിൽ പ്രത്യാശയോടെ അടുത്തു വരാം. എല്ലാത്തിലുപരി ദൈവസമക്ഷത്ത് ആരാധിക്കാം. പുതിയ വർഷത്തിന്റെ ചിന്തകളായി ഇത് പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹകരമായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ള എല്ലാ സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മഹനീയ ശുശ്രൂഷയിലേക്ക് എന്നെ നിയോഗിച്ച വന്യനായ അലക്സ് ജോണച്ചനോടുള്ള എല്ലാ ആദരവും രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.